നാട്ടിൽ നല്ല ജോലികളുണ്ടല്ലോ. പിന്നെ നീ എന്തിനാ ഗൾഫ് എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇവിടെ ഞങ്ങൾ തന്നെ വളരെ കഷ്ടത്തിലാണ് കഴിയുന്നത്. ഇപ്പോ ഫ്രീസർ ജോലി ചെയ്യുന്നവരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. ഇവിടെ നമ്മൾ സമ്പാദിക്കുന്നതിന്റെ നല്ലൊരു പങ്കും ഇവിടുത്തെ ഗവൺമെന്റിന് നൽകേണ്ട ഒരു അവസ്ഥയാണ്. അതെ. ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ മലയാളികളെ ഗൾഫിൽ കാണാൻ തന്നെ സാധിക്കുകയില്ല. പിന്നെന്തിനാ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നത്? എന്തായാലും വിസന്റെ കാര്യം ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്തായാലും ഞാൻ വൈകിട്ട് വിവരം തരാം. ശരി, അസ്സലാമു അലൈക്കും. വളരെ നന്ദി. എന്താ പേര്? എന്റെ പേര് റഫീഖ്. നിങ്ങൾ നാട്ടിലെവിടെയാണ്? എന്റെ നാട് പട്ടാമ്പി. എന്താ വല്ലാതെ ടെൻഷനായിരിക്കുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്റെ പ്രശ്നം ഒരു വലിയ ബാധ്യതയുടെ നടുവിലാണ് ഞാൻ. എല്ലാം ഞാൻ പറയാം. എന്തു പറ്റി? പറയാം. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. എന്റെ സുഹൃത്ത് എനിക്കൊരു വിസ തന്നു. ആ വിസയിൽ ഞാൻ എന്റെ അനിയനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അവൻ വന്ന് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം എന്ത് പറ്റി? ഇക്ക വല്ല സ്വപ്നവും കണ്ടോ? എന്തിനാണ് കരുതുന്നത്? കുടിക്കാൻ വെള്ളം വേണോ? എന്റെ പാസ്പോർട്ട് ഇക്കാമയൊക്കെ എവിടാണ്? ഞാൻ എവിടാണ്? എങ്ങനെയാണ് ഞാൻ ഈ റൂമിലെത്തിയത്? ഇക്ക എന്തുകൊണ്ട് പേടിക്കണ്ട. ഇക്ക എന്റെ റൂമിലാണ്. ഇക്ക എത്ര വേണമെങ്കിലും ഇവിടെ വന്നോളൂ. ഞാൻ റഫീഖിനെ വിളിക്കട്ടെ. ഹലോ റഫീഖ്, പെട്ടെന്ന് റൂമിലേക്ക് വാ. ഞാൻ എൻ്റെ സുഹൃത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് തന്നെ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഈ നാട് ഇങ്ങനെയാണ്. ഇവിടെ ഒരു പ്രശ്നം വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ നിയമം അതിനെ അനുവദിക്കുന്നില്ല. ഫൈസൽ, ഇദ്ദേഹത്തിന് നാട്ടിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി വരുന്നുണ്ട്. ഞാൻ അതിനു വേണ്ടിയുള്ള തിരക്കിലാണിപ്പോൾ. സലീമിക്ക് ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഹലോ റഫീഖെ, പറഞ്ഞോളൂ. ഞാൻ ഓഫീസിന്റെ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോവാണ്. സലീമക്കാടെ എമർജൻസി പാസ്പോർട്ട് എത്ര പെട്ടെന്ന് കിട്ടും അല്ലേ ഷാജി? നിങ്ങൾ സൗദി എംബസിയുമായി സംസാരിച്ചപ്പോൾ അവരെന്താണ് പറഞ്ഞത്? ഇനിയും 400-ൽ പരം മലയാളികൾ ജിദ്ദയുടെ പല ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടപ്പെടുന്നതാണ് അറിഞ്ഞത്. അവർക്കെല്ലാവർക്കും പോകാനുള്ള എമർജൻസി പാസ്പോർട്ട് എല്ലാം 4 മാസത്തിനുള്ളിൽ റെഡിയാവുമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്. എമർജൻസി പാസ്പോർട്ട് ശരിയാക്കി തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ എംബസിയിൽ ജോലി ചെയ്യുന്ന ഷാജിയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് തന്നാൽ മതിയാവും. ഞാൻ നേരിൽ പോയി കണ്ട് സംസാരിച്ചോണ്ട് ഷാജി. എംബസിയിലെ സുബൈറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെ ഒന്ന് കാണണം. അപ്പൊ ഓക്കെ റഫീഖ്, പിന്നെ കാണാം. ഓക്കെ ഷാജി, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം.
ഞാൻ കണ്ടതായിട്ട് ഓർക്കണില്ല ഇവിടെ. ഇക്ക വന്നേ. ആ, ഈ ആളെ എനിക്കറിയില്ല. എൻ്റെ ഒരു സുഹൃത്തിന് ചിലപ്പോൾ ഇയാളെ അറിയാൻ മതിയാവും. റഫീഖ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ജോലിയേക്കാളും കൂടുതൽ പൊതുപ്രവർത്തനമുള്ള ആളാണ്. ഞാൻ റഫീഖിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് വിവരം പറയാം. ഹലോ റഫീഖ്, നീ എവിടെയാ ഉള്ളത് ഇപ്പോൾ? എന്റെ അനിയന്റെ വിസ ശരിയായിട്ടുണ്ട്, അത് വാങ്ങാൻ വേണ്ടി വന്നിട്ടാണ്. എൻ്റെ അടുത്തൊരാൾ വന്നിട്ടുണ്ട്. അതെ അല്ലേ? ആ, ഇക്ക എന്റെ റൂമൊന്ന് കാണിച്ചു കൊടുക്കണം. ആ, ഞാനൊരു അരമണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ അങ്ങോട്ട്. ഓക്കെ ഓക്കെ, ശരി. الله أكبر الله أكبر الله أكبر الله أكبر. ബാങ്ക് വിളിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നാൽ പ്രശ്നമാണ്. നമുക്ക് പള്ളിയിൽ പോയിട്ട് വരാം. ശരിയാ, നമുക്ക് പള്ളിയിൽ പോയിട്ട് വരാം.